ആനമല അടിവാരത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ബസ് സ്റ്റോപ്പ്, എയർ സ്റ്റോപ്പ്, ട്രെയിൻ സ്റ്റോപ്പ്, ബോട്ട് സ്റ്റോപ്പ് മുതലായവ ഉടനടി അടിച്ചു മാറ്റണമെന്ന്, അല്ല സ്ഥാപിക്കണമെന്ന് ആനമല ഡെവലപ്മെന്റ് അതോറിറ്റി പ്രസിഡന്റ് ശ്രീ ആനമല ജോളി ഹൈക്കമാൻഡിനോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരാ നിങ്ങള്? അല്ല, ഇവിടെ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ എങ്ങനെ വന്നു? എന്നോടാണോ? അതെ. ചോദ്യം എന്നോട് വേണ്ട. ഈ ആനമല ജോളിയുടെ മുഖത്ത് നോക്കി ഇതിനു മുമ്പ് ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, അറിയാമോ? അഭിനന്ദിച്ചില്ലെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കരുത് കുട്ടികളെ. സോറി, ഈ ആനമല ജോളി ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞാനും. വോട്ടർമാരുടെ ഇടയിൽ ആനമല എന്നാണ് എന്നെ അറിയപ്പെടുക. ഹൈക്കമാൻഡ് എന്നെ ഹലോ ജോ ജോ എന്നേ വിളിക്കും. അങ്ങനെ വിളിച്ചാലേ ഞാൻ വിളി കേൾക്കൂ, ഇല്ലെങ്കിൽ കേൾക്കില്ല. അതാണ് ഞാൻ. പറഞ്ഞു കൊടുക്കൂട്ടി. ആനമല ജോളി കേട്ടിട്ടില്ലേ? ഈ ഭാഗത്ത് വലിയ പുള്ളിയാ. പുള്ളിയല്ല, പുള്ളി. പുള്ളി. പുള്ളിയൊക്കെ വലിയ പുള്ളി തന്നെയാ. പിടികിട്ടാ പുള്ളി. ചേട്ടൊന്നും മിണ്ടാതിരിക്കൂ. ഞാൻ പറയാനുള്ള എവിടെയാണെങ്കിലും പറയും, മനസ്സിന്റെ കേട്ടാ മതി. നിങ്ങൾ അങ്ങനെ ഇതിനകത്ത് വന്നു? അച്ഛൻ പറഞ്ഞിട്ട്. അച്ഛനോ? ഏതച്ഛൻ? എന്റെ അച്ഛൻ. അച്ഛനെ അറിയോ? ഇല്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. കേടിയാ. കേടിയോ? കുറ്റിപ്പുറം ദാമോദരൻ, KD. എന്നും ജയിലില്. സ്വാതന്ത്ര്യം കൊതിച്ചു കൊതിച്ചു അവസാനം ജയിലിൽ തന്നെ കിടന്നു. വെള്ളം കിട്ടാതെ പടഞ്ഞു പടഞ്ഞു മരിച്ചു. അപ്പൊ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നോ? ഫൈറ്റർ ഒന്നും ആയിരുന്നില്ല. അതുപോട്ടെ, ആരൊക്കെയാ നിങ്ങൾ? വല്ല നിവേദനവും ഒക്കെ ആണെങ്കിൽ നിവേദനം മാത്രമായി ഞാൻ വാങ്ങാറില്ല. നിവേദനത്തിനുള്ളിൽ വേതനവും കൂടി കിട്ടണം. സാർ, ഞങ്ങൾ സ്റ്റുഡൻസാ. എങ്കിൽ കൺസെഷൻ തരാം. ചേട്ടാ, ഞങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയി. ഞാനും പെട്ടിരിക്കുക. ഞങ്ങൾക്ക് തലചായ്ക്കാൻ 2 മുറി വേണം. ആ വാച്ചർ ഭാസ്കരൻ എവിടെ? മേളിലുണ്ട്. മേളിലുണ്ട്. വീട്ടുപേരാ മേളിലുണ്ട് ഭാസ്കരൻ. ഇവിടെ മുറിയൊന്നുമില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, ശല്യപ്പെടുത്തും. ഞാനൊരു ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. മുഖച്ഛായ മാറ്റുന്ന ഹൈക്കമാൻഡ് ലിസ്റ്റ്. ഒരു പൊതുപ്രവർത്തകനെ ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ പ്ലീസ്. ശരി, ഇവിടെ എവിടെങ്കിലും കിടന്നോളൂ. താങ്ക് യു സാർ. വിഷ് യു ദ സെയിം. സാറിനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മറക്കാൻ പറ്റില്ല. 1 മിനിറ്റ്. ആ മാല ഗോൾഡ് ആണോ? വൈറ്റ് ഗോൾഡാ? വെരി ഗോൾഡ്. അല്ല സാർ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടേ. ഈറ്റിങ്ങിന് വല്ല രക്ഷയുണ്ടോ? ഞാൻ വന്നപ്പോ നോക്കി 6 മുട്ടയും പഴങ്കഞ്ഞിയും മാത്രമായിരുന്നു അടുക്കളയില്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മക്കളെ. ടീനേജേഴ്സ് അല്ലേ, ഡ്രീംസ് ഒക്കെ കാണണ്ടേ. വാ. ശരിക്കും ഒരു രാവണൻ കോട്ടൻ തന്നെ. ഇതിന്റെ അടുക്കള എവിടെയാണോ? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അയ്യോ വേണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അയ്യോ, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? കുപ്പി കണ്ടപ്പോഴേക്ക് അയാളുടെ ഒരു ആവേശം കണ്ടില്ലേ? സത്യം പറയുന്നു. ആ കുപ്പിയും ഗ്ലാസും കൂടി വീങ്ങരുത് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടതാശാനെ. പിന്നെ എനിക്ക് 2 എഗ് ഫ്രൈ. എനിക്ക് ആനമുട്ട ഉണ്ടാക്കി തരാം. എഗ് ഫ്രൈ എന്നാലും മതി. വിനോദേ, എന്താ എന്താ ഇത്? ഇയാളൊരു റൂമിൽ കയറിയുന്നേ എന്തിന്? എന്തിനാണ്? യാത്ര വഹിക്കാനാണത്രേ. ഞാൻ കണ്ടില്ലായിരുന്നു ഇവര്. കാണുന്ന പോലെ കള്ള് മാത്രമല്ല, ഒന്നാന്തര ക്രിമിനൽ കൂടി അയാള്. നാണോ ഇല്ലല്ലോ തനിക്ക്? ആണുങ്ങളുടെ വില കളയാൻ നടക്കുന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? ചെന്ന് ഇറങ്ങി പോടോ.
അല്ലെങ്കിലും വഴിച്ചണ്ടകളുടെ ഗതിയാ കുടിയന്മാർ. ആർക്ക് എപ്പോ വേണേ എടുത്തിട്ടടിക്കാം. ആര് ചോദിക്കാൻ? അതെ, ഇയാൾ അധികം പ്രസംഗിക്കണ്ട. ഓ ശരി, ഒന്ന് കേറി നോക്കിപ്പോയി. തെറ്റ്, മാപ്പ്. ഇന്നിനിപ്പൊ നമ്മൾ തമ്മിൽ ഈ വഴിയമ്പലത്തിൽ വെച്ച് പൊതി കഴിക്കണ്ട. ആരും ഏറ്റെടുക്കാനില്ലാത്ത ഈ മാനക്കേട് ഞാൻ എന്റെ തലയിൽ വെച്ചു. പോരെ? മതിയടോ തന്റെ നാടകം. അയ്യോ, നമ്മളെന്ത് നാടകം കളിക്കാൻ? ആശാന്റെ മുമ്പിൽ നമ്മൾ വെറും ക്ഷീച്ചു. ഇത് മെർലിൻ ബ്രാൻഡോ അല്ലേ? ആ മതി, തൽക്കാലം ഇയാളൊന്ന് പോയേ. ഓ സമ്മതിച്ചിരിക്കുന്ന ആശാനെ, ആണുങ്ങളാ എങ്ങനെ വേണം. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോ. ഇനി ആ ശല്യം ഉണ്ടാവില്ല. വാടാ, കിടന്നോ, വാതിലടച്ചോ. നീ വന്നോണ്ടാ, അല്ലേ രണ്ടെണ്ണം കൂടി ഞാൻ കൊടുത്തനെ. എടാ, അയാളൊരു സ്ട്രേഞ്ചറാ, വിശ്വസിക്കാൻ കൊള്ളില്ല. മിണ്ടാതിരി, ഒച്ച കേട്ടിട്ട് ജോളി സാർ അങ്ങോട്ട് വരാൻ ഞാൻ നന്നായി. എടാ, അന്തസ്സുള്ള ആരും ഇതിലൊന്നും ഇടപെടില്ല. ജോളി സാർ, ബുദ്ധിമുട്ടായോ? പോയി കിടന്ന് ഉറങ്ങു മക്കളെ. മുകളിലാണോ? അല്ല, ഞാൻ താഴെ തന്നെയാ. കളഞ്ഞു വാടാ, വാ. എന്തുപറ്റി? നീ എന്താ ഉറങ്ങാത്തത്? വിനോദ നമ്മുടെ റൂമിൽ കയറി വന്നത്. രാം അവനെ പിടിക്കാൻ വന്നതാ. എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് നീ എന്താ നേരത്തെ പറയാതിരുന്നത്? ചുമ്മാ അയാളെ വെറുതെ വഴക്ക് പറഞ്ഞില്ലേ? പാതിരാത്രിക്ക് വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഈ വിനോദിന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. നേരം വിളിക്കട്ടെ എന്തായാലും. ചുമ്മാടുന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. തിന്നണോ ഉറങ്ങണോ എന്നൊരൊറ്റ ചിന്തയുള്ളൂ ഇതിന്. എനിക്കെന്തോ പേടിയാവുന്നു സിമി. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നൊരു ഫീലിംഗ്. ചിരിച്ചും കളിച്ചും നമ്മുടെ ജീവിതം എങ്ങോട്ടാ ഒഴുകി പോകുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സിമി? അവിടെ ഒരു സ്മോൾ ആന നിപ്പുണ്ട്. അതിനെ ഒന്ന് ഓടിക്കാൻ വേണ്ടി അടിച്ചതാ. എന്താ പേടിച്ചു? എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല. അതെന്താ? മുറിയിൽ വന്നത് നിങ്ങളായിരുന്നില്ല, എനിക്ക് ഉറപ്പാ. നിനക്കെന്താ തൃക്കണ്ണുണ്ടോ? ചിലരെ മനസ്സിലാക്കാൻ തൃക്കണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. ഈ സാധാ കണ്ണു മതി. ലൈറ്റ് വന്നപ്പോ അവൻ നിങ്ങളെ കയറി പിടിച്ചു. നിങ്ങൾ ശരിക്കും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ അത് മതി വിനോദം ചാക്കും തമ്മിൽ അടിയുണ്ടാവാൻ. രക്ഷിക്കാൻ നമ്മളാര്? ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അതൊക്കെ താനെ അങ്ങ് സംഭവിക്കുകയാണ്. ചില നേരങ്ങളിൽ ചില മനിതറുകൾ ചിലത് ചെയ്യുന്നു. ചെയ്യിക്കുന്നത് ഏതോ ഒരു ശക്തി. അവനാണ് സാക്ഷാൽ രക്ഷകൻ. നല്ല ഫോമിലാണല്ലോ. വേണോ? നല്ല വൈൽഡ് റം, കാട്ടുചാരായ. പെമ്പിള്ളേര് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പൂർവികന്മാരായ മഹർഷിമാർ കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഈ തീവെള്ളമായിരുന്നു ഭക്ഷണം. ഈ തീർത്ഥമാണ് ചിന്താശക്തി ഉണർത്തുന്ന തീവെള്ളം. ശരിക്കും നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? മഞ്ഞു പെയ്യുന്ന ഈ രാത്രിയിൽ കേൾക്കാൻ സുഖമുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ആരാ? വെറും പഥികൻ, ഏകാന്ത പഥികൻ. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു അപരിചിതൻ. എ സ്ട്രേഞ്ചർ.